നമസ്കാരം. എന്തൊക്കെ പറഞ്ഞാലും ശരി, രാജ്യസഭാ സീറ്റ് വിട്ടുതരില്ലെന്ന അവകാശവാദം ശക്തമാക്കിയിരിക്കുകയാണ് CPI. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് വിജയിച്ച എല്ലാ സീറ്റുകളിലും പരാജയം ഏറ്റുവാങ്ങിയതോടെ രാജ്യസഭാ സീറ്റ് വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന നിലപാടിലാണ് CPI ശക്തമാക്കിയിരിക്കുന്നത്. CPIക്ക് അവകാശപ്പെട്ടതാണ് രാജ്യസഭാ സീറ്റ് എന്ന് പാർട്ടി CPM നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. കേരള കോൺഗ്രസിന് മറ്റ് പദവികൾ വേണമെങ്കിൽ നൽകുന്നതിൽ വിരോധമില്ലെന്നാണ് നിലവിൽ CPIയുടെ പക്ഷം. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ നൽകുന്നതിൽ എതിർപ്പില്ലെന്നാണ് CPIയുടെ നിലപാട്. ഇക്കാര്യവും CPM നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ജൂലൈ 1-നാണ് 3 രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വരുന്നത്. CPIയുടെ ബിനോയ് വിശ്വം, CPMന്റെ എളമരം കരീം, കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണി എന്നിവരാണ് കാലാവധി പൂർത്തിയാക്കി രാജ്യസഭാ സീറ്റ് ഒഴിയുന്നത്. ഈ 3 സീറ്റുകളിലേക്കായി LDF ഘടകകക്ഷികളായ CPI, കേരള കോൺഗ്രസ് എം, RJD, NCP തുടങ്ങിയവരാണ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതിനു പുറമെ സ്വന്തം രാജ്യസഭാ സീറ്റ് നിലനിർത്തേണ്ടത് CPMന്റെ ആവശ്യവും കൂടിയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയാണ് നിലപാട് കടുപ്പിച്ചുകൊണ്ട് CPI രംഗത്ത് വരുന്നത്. ലോക്സഭയിലേക്ക് വയനാട് നിന്ന് മത്സരിച്ച ആനി രാജ, തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച പന്ന്യൻ രവീന്ദ്രൻ, തൃശൂരിൽ നിന്ന് മത്സരിച്ച VS സുനിൽകുമാർ, മാവേലിക്കരയിൽ നിന്ന് മത്സരിച്ച അരുൺ കുമാർ എന്നിവരാണ് പരാജയം ഏറ്റുവാങ്ങിയത്. 3 നിന്ന് കോൺഗ്രസിനോട് പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ തൃശൂരിൽ BJPയോട് മത്സരിച്ച് തോൽക്കുകയുമായിരുന്നു.